സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ആൽനൂർ പർദ സൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അബായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ. ആൽനൂർ പർദ സൂഖ്, ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ, മഞ്ചേരി റോഡ്, വണ്ടൂർ. എടവണ്ണ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF സംഘടിപ്പിച്ച പ്രക്ഷോഭയാത്ര സമാപിച്ചു. 4 മേഖലകളിൽ നിന്നായി നടന്ന കാൽനട പ്രചരണ ജാഥയിൽ നിരവധി ആളുകൾ പങ്കെടുത്തിരുന്നു. എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന പൊതുയോഗം ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിന്റെ ഇരുട്ടിന്റെ അഗാധഗർഭത്തിലേക്ക് കൂപ്പുകുത്തിച്ച് കഴിവുകെട്ട് മാറിയ ഭരണത്തിനെതിരായിക്കൊണ്ടുള്ള UDFന്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭ പദയാത്രയാണ് നാടും നഗരവും വിളക്കിമറിച്ചുകൊണ്ട് ഈ രാജ്യവേദി ഭരണകൂടത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനത്തിനൊരു മുന്നണി ഉണ്ടാക്കി. ആ മുന്നണിയുടെ ചുരുക്കപ്പേർ ഇന്ത്യ എന്നായി. ആ മുന്നണിയുടെ ചുരുക്കപ്പേർ ഇന്ത്യ എന്ന് വന്നതുകൊണ്ട് ഭരണകൂടം തീരുമാനിച്ചത് നമ്മൾ കണ്ടില്ലേ. ഈ രാജ്യത്തിന്റെ പേര് തന്നെ മാറ്റാൻ തീരുമാനിക്കുക. ഇന്ത്യ എന്ന് മാറ്റി ഭാരത് എന്ന് മാത്രമാക്കുക. സിന്ധ് നദി തട സംസ്കാരത്തിൽ നിന്ന്, സിന്ധിൽ നിന്ന്, ഹിന്ദിൽ നിന്ന് നമ്മൾ ഉണ്ടായ ഇന്ത്യ രാജ്യത്തിന്റെ പേര് മാറ്റുന്നു. കോടതിയിലെ ജസ്റ്റിസുമാരെ നിയമിക്കാൻ ഇനി കൊളീജിയം വേണ്ട, ഞങ്ങൾ നേരിട്ട് നിയമിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. കോടതിക്ക് പോലും കോടതി ജഡ്ജിമാരുടെ കണ്ണടക്ക് പോലും മഞ്ഞ വീണിരിക്കുന്നു. പാർലമെന്റിൽ മുഴുവൻ RSSകാർ, ഇന്ത്യയിൽ മുഖ്യമന്ത്രിമാർ ഭൂരിപക്ഷം RSSകാർ, ഇന്ത്യയിലെ ഗവർണർമാർ ഭൂരിപക്ഷം RSSനെ പിന്തുണയ്ക്കുന്നവർ. നമ്മൾ കോടതിയിൽ പോയാലും ഇതാണ് സ്ഥിതിയെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? 2014 മുതൽ ഈ ഇന്ത്യ എങ്ങോട്ടാണ് നടന്നു നീങ്ങുന്നതെന്ന് ഞാനും നിങ്ങളും അനുഭവിച്ചറിഞ്ഞു. ആരെങ്കിലും ഒന്ന് പ്രതിഷേധിച്ചാൽ, ആരെങ്കിലും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ, ആ അപ്രിയമായ സത്യങ്ങൾ വിളിച്ചു പറയുന്നവൻ വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ, പ്രതിഷേധിക്കുന്നവൻ വീട്ടിലെത്തുമ്പോൾ അവന്റെ വീട് അവിടെ ഇല്ല, അത് JCB വെച്ച് തകർക്കുന്നു. ഞാനും നിങ്ങളും കണ്ടു ഇല്ലേ? എത്രയോ തെരുവോരങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ, ആദിവാസികളുടെ, ദളിതന്റെ, ആരോട് പറയാൻ? എന്തിനു വേണ്ടിയാണിത്? നമ്മളെ മതപരമായി ഭിന്നിപ്പിച്ചു നിർത്താൻ നമ്മുടെ തെരുവോരങ്ങളും ചായക്കടകളും ഗ്രാമങ്ങളും ഒക്കെ മതപരമായ വൈര്യം, ഈ പറഞ്ഞ തർക്കങ്ങൾ ഉണ്ടാവണം. പൗരത്വത്തെ കുറിച്ച്, ഏക സിവിൽ കോഡിനെ കുറിച്ച്, രാമക്ഷേത്രത്തെ കുറിച്ച് നമ്മൾ തർക്കിക്കണം, നമ്മൾ കലഹിക്കണം, കലാപങ്ങൾ ഉണ്ടാവണം. അതിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി വീണ്ടും അധികാരത്തിൽ തുടരാൻ കഴിയണം. നിങ്ങൾ ആലോചിക്കുക, ഈ ഇന്ത്യ എങ്ങോട്ട് പോവുകയാണ്? നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റുന്നു. നമ്മുടെ ചരിത്രത്തിൽ അപനിർമ്മിതി നടത്തി പുതിയ ചരിത്ര രചന നടക്കുന്നു. കഴിഞ്ഞ ദിവസം 2 മേഖലകളിൽ നിന്നായി വാഹന പ്രചരണ ജാഥകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. സിദ്ദിഖലി രാങ്ങൂട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. UDF നേതാക്കളായ EA കരീം, VP ലുക്മാൻ, A അഹമ്മദ് കുട്ടി, V ഹൈദർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഷുഗ്രി നട്ട്സ് ആൻഡ് ചോക്ലേറ്റ്സ്, നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.